പരിപാടി ആരംഭിക്കാൻ പോവുകയാണ്. അപ്പൊ ഈ പരിപാടിയിൽ ജഡ്ജായിട്ട് വന്നത് ആരാണെന്നുള്ള അറിയാലോ. ആരായാലും എനിക്ക് കുഴപ്പമില്ല. ഇവിടെ ഈ റേഡിയോ മാങ്ങ എന്ന് പറയുന്ന പരിപാടി നടക്കുന്നെങ്കിൽ എനിക്ക് ആദ്യം വെള്ളം അടിച്ചുകൊണ്ട് പറയുമല്ല, ചേട്ടൻ ഞാൻ നല്ലൊരു അവസരം തന്നിരിക്കും. പ്രിയമുള്ളവരെ, നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ ഒരു ജഡ്ജാണ് ഇവിടെ വരാൻ പോകുന്നത്. ലോകത്തെവിടെ റിയാലിറ്റി ഷോ നടന്നാലും അവിടെ പോയിരുന്നു കുറ്റം പറയാൻ വേണ്ടി മാത്രം ജന്മം കൊണ്ടിട്ടുള്ള ഒരു വിശിഷ്ടനായ ജഡ്ജ്, അത് മറ്റാരുമല്ല നമ്മുടെ പ്രിയങ്കരനായ ഭരത് സാർ. നിറഞ്ഞ കൈയടിയോടെ നമുക്ക് ഭരത് സാറിനെ സ്വാഗതം ചെയ്യാം. അതാ വന്ന ആടി ആടി ആന വന്ന പോലെ. ഇവിടെ 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 ലുക്ക് കിട്ടുന്നുണ്ടാ? ഓ എന്താ പൊന്നോ സാറേ. അപ്പൊ നമുക്ക് മുണ്ടഴിച്ചിട്ട് പറഞ്ഞപ്പോ അവിടെ അഴിച്ചിട്ട് അവിടെ അഴിച്ചിട്ടാണല്ലോ എടുത്ത് കൊടുക്ക്. അപ്പൊ പരിപാടി ആരംഭിക്കല്ലേ? പക്ഷെ ഒരൊറ്റ കണ്ടീഷൻ, എനിക്ക് പാട്ട് പാടും. ഒരു കാര്യം ചെയ്യാം, നമുക്ക് പരിപാടി തുടങ്ങാം. ആദ്യത്തെ പാട്ട് നമ്മുടെ നാട്ടിലെ ഏക ഒരു താരമാണ്. നിരവധി താരങ്ങൾ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയുണ്ട്. അപ്പൊ ചെറിയൊരു മദ്യപാനിയാണെങ്കിലും നന്നായിട്ടൊക്കെ പാട്ട് പാടും. അപ്പൊ നമ്മുടെ ബാലൻ ചേട്ടൻ നമുക്ക് വേണ്ടി ആലപിക്കുന്ന ഒരു മനോഹരമായ ഗാനത്തോടു കൂടി നമ്മുടെ റേഡിയോ മാങ്ങയുടെ റോട്ടിലെ താരം പരിപാടി ആരംഭിക്കാൻ പോവുകയാണ്. ബാലൻ ചേട്ടനെ ഈ പരിപാടിയിൽ പാട്ട് പാടാൻ വേണ്ടി ആർദ്രമായി തന്നെ സ്വാഗതം ചെയ്യുന്നു. സർ, എല്ലാവരും വെറൈറ്റി ആണ് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ എല്ലാവരും യേശുദാസ് അണ്ണൻ ഒരു പാട്ട് പാടുക, ഞാൻ അതിനെ പാടിയാണ് വരുന്നത്. ഞാൻ എല്ലാം വെറൈറ്റിയാണ്, വെറൈറ്റി പാട്ട് ഞാൻ എഴുതി കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ പാടിത്തരാം, എനിക്ക് എന്നെ തരണം. തുടങ്ങട്ടെ? അവരെല്ലാം അയച്ചു പോയി. ഉള്ള പോലെ തന്നെ പറഞ്ഞെടുത്ത് അണച്ച് കാണാൻ പോവാനേ, കുഴിയിൽ തന്നെ കൊണ്ടിടാനേ. എന്താടാ? അല്ല, ഞാനല്ലേ പറഞ്ഞ, നീ എന്റെ ഇടയിൽ എന്തുവാ? വ്യത്യസ്തനാമൊരു സിംഗറമ്പാലനെ സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല. റേഡിയോ മാങ്ങയ്ക്ക് അഭിമാനമാകും, റേഡിയോ മാങ്ങയ്ക്ക് അഭിമാനമാകും. സിംഗറമ്പാല നിനക്ക് അഭിവാദ്യം. ബാലൻ ഒരു കാലൻ അടിമുടി വീരൻ, വെള്ളമടി വീരൻ അടിമുടി കോലം, ഒരു കോലം നമ്മുടെ കാലൻ ബാലൻ കാലൻ കാലൻ. വ്യത്യസ്തനാമൊരു ഗുണ്ടയാമ്പാലനെ സത്യത്തിൽ ഞങ്ങൾ തിരിച്ചറിയുന്നു. അപ്പൊ ഏതായാലും നമ്മുടെ ബാലൻ ചേട്ടന്റെ പെർഫോമൻസ് കഴിഞ്ഞ് അപ്പൊ ഇത് നമ്മുടെ ഭരത് സാറിനോട് ചോദിക്കാം. ഭരത് സാർ, കുട്ടാ നന്നായിരുന്നു കൂട്ടാ. കുട്ടാ ഒന്നും പറയാനില്ല കൂട്ടാ. താങ്ക് യു സാർ. ഒന്നും പറയാനില്ല. താങ്ക് യു. ഞാൻ പറഞ്ഞ കൂടെ പോകുമ്പില്ലേ മോനെ, എന്നാ മോനെ കാണിച്ചു മോനെ? ഞാൻ അസലായിട്ട് പാടും മോനെ. ഇത് ഓരോ മോനെ ശ്രദ്ധിക്കണ്ടേ മോനെ? ഒന്നും ശരിയായില്ല. തുടക്കത്തിലുണ്ടല്ലോ മോനെ, പാടിപ്പോ നന്നായിരുന്നു മോനെ. തുടക്കം നന്നായിരുന്നു മോനെ, ചെറിയ ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നുള്ളൂ. അവസാനമായപ്പോ ഉണ്ടല്ലോ മോനെ, മോൻ നശിപ്പിച്ചു കളഞ്ഞു, പകർത്ത് നശിപ്പിച്ചു കളഞ്ഞു. അങ്ങനെ പാടാൻ പാടില്ല കേട്ടോ മോനെ. ആരാ മോനെ ഗുരു? ശ്രീനാരായണ ഗുരു. മോനെ സംഗീതത്തിലെ ഗുരു ആരാ? അതെന്റെ അച്ഛനാണ്. ആരാ മോനെ അച്ഛൻ? മഹാകവി ഉൽപ്പു. മോനെ അവരുടെ പേര് അവൾ കേട്ടിട്ട് പോലുമില്ലല്ലോ. ഞാൻ ഇതുവരെ കണ്ടിട്ട് കൂടിയില്ല. പിന്നെ മോനെ പാട്ടൊക്കെ കൊള്ളാട്ടോ. എന്റെ മോനെ ഈ അച്ഛൻ മഹാനായിരുന്നു. പിന്നെ മഹാനാണ്, പേരേട്ട കവിയായിരുന്നു. എന്തായിരുന്നു? സംഗീതത്തിലെ മറ്റേ ഇതിലുണ്ട്, മറ്റേ നിഘണ്ടു. സംഗീതത്തിലെ നിഘണ്ടു എല്ലാം അരച്ച് കലക്കി കുടിച്ച മനുഷ്യനാണ്. അരച്ച് കലക്കി കുടിച്ച അച്ഛൻ മരിച്ചുപോയി. എങ്ങനെ മരിച്ചു മോനെ? നിഘണ്ടു എല്ലാം കൂടെ അരച്ച് കലക്കി കുടിച്ചപ്പോ സ്റ്റാപ്ലർ തൊണ്ടേ കുരുങ്ങി ചത്ത്. മോനെ സംഗതി കൊള്ളായിരുന്നു കേട്ടോ മോനെ. പക്ഷെ ഒരുപാട് ശ്രദ്ധിക്കാനുണ്ട്. മോൻ ട്യൂൺ ചെയ്തിട്ടുണ്ടോ? ട്യൂൺ ചെയ്തിട്ടുണ്ടോ മോനെ? എനിക്കിഷ്ടമാണ് അത്. ട്യൂൺ ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ് മോനെ. ഈ ട്യൂൺ ചെയ്തപ്പോ മോനെ നീലാംബരിയാണോ കല്യാണിയാണോ മോൻ ട്യൂൺ ചെയ്തിട്ടുള്ളത്? ഇവർ രണ്ടുപേരും അല്ല, മടത്ര ശാന്ത. സത്യം നോക്കിയാൽ മതി, കൂടെ വരും. മോനെ കൂത്തമ്പല അമ്മണിയല്ലേ കുറച്ചുകൂടെ മോനെ. മോനെ അത് ശ്രദ്ധിക്കണം കേട്ടോ. അത് വളരെ തുടങ്ങിയപ്പോ വളരെ മനോഹരമായിരുന്നു മോനെ. പിന്നെ ഇടയ്ക്ക് വെച്ച് അങ്ങ് പോയി മോനെ, കിട്ടിയില്ല, പറ്റില്ല. അത് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഈ പാട്ട് സംഗീതം എന്ന് പറഞ്ഞൊരു വലിയ കടലാ. അത് എത്തിപ്പെടാൻ വലിയ ബുദ്ധിമുട്ടാണ്. നമ്മളൊക്കെ മൂത്ത് മാറിക്കൊണ്ടിരിക്കുക ഇപ്പോഴും. അറിയാമല്ലോ നിങ്ങൾക്ക്, മൂപ്പനാ. ഈ മൂപ്പൻ പറയുമ്പോൾ മോൻ ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ മോനെ പ്രത്യേകിച്ച് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുമ്പോൾ മോൻ പാടി
ആ തുടക്കം കഴിഞ്ഞ് പല്ലവിയൊക്കെ കഴിഞ്ഞു മോനെ. അതെല്ലാം മനോഹരമായി മോനെ. ഈ പാട്ടിന്റെ തുടക്കം ഋഷഭമാ, അവസാനം എന്താണെന്നറിയോ? ഈ ഋഷഭം പാടുമ്പോൾ ഷഡ്ജം ഇട്ടോ? ഇട്ടായിരുന്നു മോനെ ഷഡ്ജം? ഇട്ടായിരുന്നു മോനെ, ഷഡ്ജം ഇട്ടില്ല. അതൊക്കെ ശ്രദ്ധിക്കണ്ട മോനെ. ഇട്ടായിരുന്നു മോനെ ഓർത്ത് നോക്കിക്കോ മോനെ. ഒരു മിനിറ്റ്. അല്ല, അത് മോൻ ഷഡ്ജം ഇട്ടില്ല. അത് വളരെ രാവിലെ വെച്ച് വെള്ളടിക്കുന്നതിന് മുമ്പ് കുളിച്ച് ഇത് ഇട്ടിട്ടാണ് മുണ്ടെടുത്തത്. ഞാൻ മോനെ ഷഡ്ജം ഇട്ടില്ല മോനെ. മോൻ അങ്ങനെ ഇട്ടായിരുന്നെങ്കിൽ സംഗതി താഴെ പോയില്ലായിരുന്നു. മോനെ ഓർത്ത് നോക്കിക്കേ. ഷഡ്ജം ഇട്ടില്ല, എനിക്കറിയാവുന്നല്ലോ, ഞാൻ കണ്ടല്ലോ. ഇട്ടായിരുന്നു വൈറ്റ്. മോന് സംഗീതത്തിൽ വൈറ്റ് ഷഡ്ജോ? മോന് സംഗീതത്തിൽ വൈറ്റ് ഒന്നും വരില്ല, കൂടിപ്പോയ ഒരു വെള്ളി വരും. വെള്ളിയൊന്നും ഇടാനുള്ള ത്രാണിയൊന്നും ആയില്ല. നമ്മള് പാവങ്ങളാ. 10 രൂപയ്ക്ക് 4 എണ്ണം കിട്ടും. നമ്മൾ തെങ്ങി കയറാൻ പോണ നമ്മളെ ഇത് കേട്ടാ അതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. ഒരു കാര്യം ചെയ്യുമ്പോൾ തെണ്ടിക്കോട്ടെ അല്ലേ? അതെ അതെ, നമുക്ക് മാർക്കൊന്നും അറിയാം സാർ. അപ്പോ നമ്മുടെ ഇത്രയും നേരം പെർഫോമൻസ് നടത്തിയ നമ്മുടെ ബാലൻചേട്ടന്റെ മാർക്ക് അറിയാൻ പോവുകയാണ്. ഭരത് സാർ, മോനെ ഒരു കവിയാണ്, മോനെ എല്ലാം ഇഷ്ടപ്പെട്ടു മോനെ. അത് മോനെ ഞാൻ അറിഞ്ഞങ്ങ് തരുക. ഞാൻ 100 ഇട്ടു. ഞാൻ 50 ഇട്ട്. എന്തിനാ? പൈൻ്റെ എടുക്കാം മോനെ, അത് മതി കേട്ടോ. അങ്ങനെ ചെറിയ ഒരു ഇത് പോര് സാർ. എനിക്കിപ്പോ ഇനി മാർക്കൊന്നും വേണ്ട. പക്ഷെ എൻ്റെ ഒരു ആഗ്രഹമുണ്ട്, ഞാൻ നല്ല രീതിയിൽ ഒരു പാട്ടും കൂടെ പാടിയിട്ട് പോകും. മോനെ ശാസ്ത്രീയം പഠിക്കാതെ ഈ പരിപാടിക്ക് പങ്കെടുക്കാൻ പാടില്ല. ക്ലാസിന്റെ എല്ലാ ഏർപ്പാടും എനിക്കറിയാം. അല്ല കുട്ട, അത് ശ്രദ്ധിക്കണ്ടേ കുട്ട. മോനെ കുട്ടൻ ഏതാ പാടുന്നത്? ഞാൻ മറ്റേ പാട്ട്, മോഹൻലാലിന്റെ ഗംഗ എന്ന് പറയുന്ന പാട്ട് ഞാൻ പാടും. അമ്മയുടെ സാർ മോനെ ആ പാട്ടിനെടുത്ത് പാടില്ല. ദാസേട്ടൻ 3 മിനിറ്റ് ശ്വാസം പിടിച്ച് സ്റ്റുഡിയോ വെച്ച് പാടിയ പാട്ടാ. 3 മിനിറ്റല്ലേ ശ്വാസം പിടിക്കുന്നത്? ഞാൻ വെള്ളത്തില് 1/2 മണിക്കൂർ ശ്വാസം പിടിച്ച് മുക്കിലിട്ട് മണലൂറ്റുകാരനാണ് ഞാൻ. അപ്പൊ എനിക്ക് 1/2 മണിക്കൂർ മുക്കിലിടണം. എനിക്ക് ഇത് 3 മിനിറ്റ് ഈസി. ഒന്ന് പാടിക്കോ മോനെ. പ്രിയമുള്ളവരെ അനുഗ്രഹിക്കുക. ഗംഗ എന്ന് പറയുന്ന പാട്ടാണ്. നീ എന്താ എന്നെ തല്ലിക്കൊല്ലാൻ നിൽക്കുന്നവരിക്കുന്നു? അല്ല ചേട്ടൻ പാടിക്കും. അല്ല, നീ ഇങ്ങനെ നിൽക്കുന്നു. എന്നെക്കാലം പൂസാടെ നീ. അല്ല ചേട്ടൻ അടുത്ത് വന്നപ്പോ അതിന്റെ മോനെ പാടിക്കോ മോനെ, കുഴപ്പമില്ല. ഗംഗ മോനെ ബാക്കി പോരട്ടെ. അടിപൊളിയായി കുട്ട. ശ്രുതിയിൽ ഒന്ന് പാടാൻ പറ ചെല്ല് ചേട്ടാ. ശ്രുതിയിൽ നന്നായിരുന്നു, മനോഹരമായി. ചേർത്ത് ഒന്നുകൂടി. ആ ശ്രുതിയിൽ താളത്ത് കൊടുക്കും മോനെ. ശരണം അനുപല്ലവി, പല്ലവി, തുണ്ടുപല്ലവി. മോനെ ഏതായാലും നമ്മുടെ ബാലചേട്ടന്റെ പെർഫോമൻസിന് ശേഷം വേദിയിൽ എത്തുകയാണ് നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്ന മറ്റൊരു താരം.